നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 5 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ് ഒമാനിൽ കുടുങ്ങിക്കിടന്ന മലയാളിയുടെ മരണത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മഹേഷിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് തന്നെ മഹേഷ് അയച്ചിട്ടുള്ള കത്തിന് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP ഉന്നയിക്കുന്നത്. വൃക്കകൾ തകർന്ന് 5 മാസത്തോളം ആശുപത്രിയിൽ കിടന്നാണ് മഹേഷ് എന്ന മലയാളി മരണപ്പെടുന്നത്. 68 ലക്ഷം രൂപയുടെ ബില്ല് ആരും ഇതുവരെ അടച്ചിട്ടില്ല. എംബസികൾക്ക് കീഴിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് NK പ്രേമചന്ദ്രൻ MP ഇപ്പോൾ ആവശ്യമായി ഉന്നയിക്കുന്നത്. ഒക്ടോബറിൽ വൃക്കകൾ തകർന്ന് കിടപ്പിലായിട്ടുള്ള മഹേഷിനായി 2 തവണ എംബസിക്ക് കത്തെഴുതിയിരുന്നു എന്ന് പറയുന്നു. നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു താൻ കത്തെഴുതിയത്. നാട്ടിലെത്താതെ 5 മാസം ആശുപത്രിയിൽ കിടന്ന് ഈ മാർച്ചിലാണ് മഹേഷ് മരണപ്പെടുന്നത്. ചികിത്സാ ബില്ല് 68 ലക്ഷം കടന്നിരുന്നു. രേഖകളില്ലാതെ 8 കൊല്ലത്തിലധികം നാട്ടിൽ പോകാതെ നിന്ന മഹേഷിനെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നത് വലിയ രീതിയിൽ അന്ന് വാർത്തയായതാണ്. നാട്ടിൽ പോകാൻ ഒരു ഔട്ട് പാസ് ഇന്ത്യൻ എംബസി നൽകിയിരുന്നു. പക്ഷേ വൈദ്യസഹായം ഏർപ്പാടാക്കാൻ എംബസിയുടെ ഇടപെടൽ വേണമായിരുന്നു. മൃതദേഹമാണ് ഒടുവിൽ ആ ഇടപെടലില്ലാത്തതിന്റെ ഭാഗമായി നാട്ടിലെത്തിക്കേണ്ടി വന്നത്. 68 ലക്ഷത്തിലധികം വരുന്ന ചികിത്സാ ബില്ല് മഹേഷിനെ ഉപാധികളില്ലാതെ സഹായിച്ച ആശുപത്രിയുടെ ചുമതലയായി മാറിയിട്ടുണ്ട്. ഇത് ആദ്യ സംഭവമല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. ഈ ഘട്ടത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വിനിയോഗിക്കേണ്ടുന്ന കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിന്റെ വിനിയോഗത്തിൽ MPയുടെ ഗൗരവമായിട്ടുള്ള പ്രതികരണം കൂടെ ഉടലെടുക്കുന്നത്. മഹേഷിന്റെ കാര്യം നിരന്തരം എംബസിയോട് ഉന്നയിച്ചിരുന്നുവെന്നും സാമൂഹിക പ്രവർത്തകരും പറയുകയാണ്. മഹേഷിന്റെ കാര്യത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന അന്വേഷണങ്ങൾക്ക് എംബസി ഇതുവരെ പ്രതികരണം നൽകിയിട്ടില്ല എന്നത് ഈ MPയുടെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഈ മാസം 6-നാണ് ചികിത്സയിലായിരുന്ന മഹേഷ് മരണപ്പെടുന്നത്. മരണശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു. 2 വൃക്കകളും തകരാറിലായ മഹേഷിനെ 2024 ഒക്ടോബർ 3-നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. 8 വർഷമായി വിസ കാലാവധി കഴിഞ്ഞതിന്റെ ഭാഗമായി നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ഒമാനിൽ കഴിഞ്ഞിരുന്ന മഹേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരികയായിരുന്നു. അടിയന്തരമായി ഡയാലിസിസിന് വിധേയനാക്കുകയും അനിവാര്യമായിട്ടുള്ള തുടർ ചികിത്സകളൊക്കെ അപ്പോൾ തന്നെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ക്രോണിക് കിഡ്നി ഡിസീസ് 5-ാം ഘട്ടത്തിലും രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ താഴ്ന്ന നിലയിലുമായതാണ് മഹേഷിനെ ആരോഗ്യ സ്ഥിതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ കാരണമായതും ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമായതെന്നും അന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. തുടർച്ചയായി ഡയാലിസിസിലൂടെയും മറ്റും ചികിത്സകളിലൂടെയുമാണ് പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കാൻ മഹേഷിനെ കൊണ്ട് ശ്രമിച്ചിരുന്നത്. 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ഡിസംബറിൽ പകുതിയോടെ മഹേഷിന് നാട്ടിലേക്ക് തിരികെ വീൽ ചെയറിൽ യാത്ര ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ വാർഡിലേക്ക് മാറ്റിയ മഹേഷിന്റെ മാനസികാരോഗ്യം വഷളാകുകയും പിന്നീട് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും രോഗാവസ്ഥ മൂർച്ഛിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചികിത്സ തുടരാനുള്ള സാധ്യതകളൊക്കെ മങ്ങുകയായിരുന്നു. വിസയും രേഖകളുമില്ലാതെ 8 വർഷത്തിലധികം ഒമാനിൽ പെട്ടതാണ് മഹേഷിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. സഹോദരിയും അമ്മയും അമ്മൂമ്മയും ഒക്കെ മഹേഷിന് വേണ്ടിയുള്ള തിരിച്ചുവരവിന് കാത്തിരിക്കുകയായിരുന്നു. മഹേഷ് എങ്ങനെയെങ്കിലും തിരികെ എത്തും, ആരോഗ്യസ്ഥിതി നല്ല രീതിയിലാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് മഹേഷിന്റെ മരണവാർത്ത കേരളത്തെയും പ്രവാസി മലയാളികളെയും വേദനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് മഹേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ മഹേഷിന്റെ മരണത്തിന് തൊട്ടുമുമ്പ് അയച്ചിട്ടുള്ള കത്തിന് ഒമാൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി ലഭ്യമായിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം NK പ്രേമചന്ദ്രൻ MP ഉന്നയിച്ചിരിക്കുന്നത്. വൃക്കകൾ തകർന്ന് 5 മാസത്തോളം ആശുപത്രിയിൽ കിടന്ന മഹേഷിന്റെ മരണം അതിന് കാരണം എംബസി കൂടെയാണോ എന്നുള്ള ഒരു ചോദ്യം ഇതോടൊപ്പം ഉയരുകയാണ്. 68 ലക്ഷം രൂപയുടെ ബില്ല് അടക്കം ഇപ്പോഴും ആരും അടയ്ക്കാത്ത സാഹചര്യത്തിൽ മഹേഷിനെ ഈ എംബസികൾക്ക് കീഴിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ എന്നൊരു ചോദ്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും പ്രവാസി മലയാളികൾ ഉൾപ്പെടെ NK പ്രേമചന്ദ്രൻ MPയുടെ ഈ ഒരു ആരോപണം വളരെ വലിയ രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി ഉയർന്നു കേൾക്കുന്നുണ്ട്.